ഞാൻ സ്കൂൾ റോഡിലാണ്, ചൂരൽമല സ്കൂൾ റോഡിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് കുറച്ച് മേലെയാണ്. വീടിന് ലൈവായി കണ്ടുകൊണ്ടിരുന്നാൽ ഈ പൊട്ടി വരുന്നത് 12:45 1 മണിയായപ്പോഴാണ് ഈ പൊട്ടി വന്നത്. ശരിക്കും ആദ്യത്തെ പൊട്ട് വന്നപ്പോൾ ചെറിയ തോതിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഇങ്ങനെ ഇതെന്തൊരു സാധനങ്ങൾ വരുന്നു, സൗണ്ടും കേട്ടല്ലോ, നമുക്ക് വൈഫ് താഴേക്ക് ഓടാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മേലെ കയറാം എന്ന് പറയുമ്പോൾ വീട്ടിൽ താഴെ ഉണ്ടായിരുന്ന ആൾ വേലേതെന്ന് പറഞ്ഞ ഒരു കുടുംബം, അവർ വീടൊന്നുമില്ല, എല്ലാം തീർത്തു പോയി. ഓടി കയറി മേലെ വന്ന അവരുടെ കുടുംബങ്ങൾ എല്ലാം വലിച്ചു കയറ്റിയാണ് വരുന്നത്. അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജാർഖണ്ഡുകാരൻ ഒരുത്തൻ നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നു. അയാളെയും പിടിച്ച് രക്ഷപ്പെടുത്തി. അങ്ങനെ കയറി നിന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നടന്നെങ്കിലും ആ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രദേശത്ത് എല്ലാവരും അറിയായിരുന്നു. കാരണം തിങ്കളാഴ്ച രാവിലെയാണ് ഇത് ഉരുൾപൊട്ടിയത്. രാവിലെ ഉരുൾപൊട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ച. രാവിലെ പൊട്ടിയിട്ടുണ്ട്. രാവിലെ പൊട്ടിയിട്ട് വെള്ളം മൊത്തം കലങ്ങി വരുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ അപ്പം തന്നെ എല്ലാവരും പറയണ്ടായി പരസ്പരം. അങ്ങനെയാണ് ആ ക്യാമ്പിലേക്ക് ആദിവാസികളെയൊക്കെ അവർ അത് ശരിക്കും അധികൃതർ, അതായത് മേപ്പാടി പഞ്ചായത്തിൽ അതിന് വലിയൊരു അനാസ്ഥ ഉണ്ട്. നമ്മൾ ആദ്യം പൊട്ടിയെടുത്തതിൻ്റെ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ വീണ്ടും പൊട്ടിയത്. ആദ്യം 2019 ഇതുപോലെ പൊട്ടിയിട്ട് 2 വീട് പൂർണ്ണമായിട്ടും തകർന്ന് മുണ്ടക്കയിൽ തകർന്നിട്ട് അതേപോലെ വന്നതാണ് ആ പ്രദേശത്ത്. കഴിഞ്ഞ 2018 അതുപോലെ നമുക്കറിയാം, പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് ഭരണസമിതിയായ സഹതൊക്കെ ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടി അന്ന് വലിയ ആ ഭരണസമിതിയുടെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കയറി ചെന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ മുഴുവൻ ആളുകൾ പുത്തുമലയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും ഫയലെടുക്കാനും ഇതെടുക്കാനും പോയ ആളുകൾ മാത്രമാണ് മരണപ്പെട്ടത്. അല്ലാതെ അവിടെ നിന്ന പ്രദേശത്തുണ്ടായ ആ സ്ഥലം മൊത്തം ഒഴിച്ചവരെ വീടൊക്കെ പോയി. പക്ഷേ ആളുകൾ ആരും മിസ്സായില്ല. മുണ്ടക്കയിൽ ഇതേ സ്ഥിതി നേരത്തെ അവരൊരു വിവരം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരണസമിതി ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അവിടെ ഇത്രയും വലിയ ദുരന്തം, ജനസംഖ്യ, വീടുകൾ പോയിട്ടുണ്ടാവും. അതിനു മുമ്പ് ഈ 2018 ഇത് കഴിഞ്ഞ ശേഷം, പ്രളയം കഴിഞ്ഞ ശേഷം, അവിടെ പുത്തുമല പ്രളയം കഴിഞ്ഞ ശേഷം അവിടുന്ന് ആളുകളെ കംപ്ലീറ്റ് മുണ്ടക്കയിലെ മുഴുവൻ ആളുകളെ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്താണ് ഈ മേപ്പാടിയെ കൊണ്ട് നിർത്തിയത്. മേപ്പാടിയും കൽപ്പറ്റയൊക്കെ ആയിട്ട് നിർത്തി, SKM ജയിലും അതുപോലെ ചുണ്ടയിലും അരിപ്പറ്റ എല്ലാം ആയിട്ട് നിർത്തി ആ 2018. അതുപോലെ ഇതൊരു ശക്തമായ മഴ, തിങ്കളാഴ്ച രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ട് അതെല്ലാവർക്കും അറിയാം. എന്നാൽ അന്നൊരു സംവിധാനം ആ മുണ്ടക്കയിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ മാറി താമസിക്കണം എന്നൊരു ഉറപ്പായി ഇതൊക്കെ അന്വേഷിക്കേണ്ടതും ഇതൊക്കെ വിമർശിക്കേണ്ടതുമാണ്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴാണോ? ഇപ്പൊ പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകളും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ തനിച്ചായി. ഞാനൊക്കെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ്. താഴേക്കാണ് ഓടുന്നെങ്കിൽ എൻ്റെ ജീവനൊക്കെ പോയി. ഇപ്പോൾ പോയിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തം എൻ്റെ ഒരു വണ്ടി ഉണ്ടായി, ഒരു ഓട്ടോറിക്ഷ ഉണ്ടായി. പറഞ്ഞ പോലെ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാവണം. അതെല്ലാം ഇനി ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട സമയമാണ്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ഇതുപോലെ അവിടെ ജീവിക്കുന്ന ആളുകളാണ് മൊത്തമായിട്ട്. ഞങ്ങൾ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശത്ത് ഒരുമിച്ച്, അതായത് വൈകുന്നേരമായ ചൂരമലയാണ് ഞങ്ങൾ അങ്ങാടി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവരും പരസ്പര ബന്ധമുള്ളവരാ. ഒരാൾ പോലും അവിടെ മുസ്ലിം, ഹിന്ദു അങ്ങനെ ഒരു ബന്ധമല്ല. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ വൈകുന്നേരം വന്നിട്ട് ഒരു മേലിൽ തട്ടി പോകാതെ ഒരിക്കല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. എങ്ങനെ കഴിയില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ഞങ്ങൾക്ക് പോകാൻ ഇപ്പോൾ പേടിയാണ്. ആ രീതിയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് പറഞ്ഞ്, ടൗൺഷിപ്പ് ആ തീരുമാനത്തിൽ ഞങ്ങളെ എവിടെയെങ്കിലും മാറ്റി, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് അമ്പലവും പള്ളിയും എല്ലാം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ടൗണാക്കി മാറ്റി ഞങ്ങൾ അവിടെ പ്രദേശത്തേക്ക് സ്ഥാപിക്കാൻ ഒരു സംവിധാനം ഗവൺമെന്റ്